Hi dears, welcome back. ഇന്നത്തെ റെസിപ്പി നല്ല യമ്മി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ് ചിക്കൻ ക്രോക്കറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സിന് പകരം പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അധികം സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്കല്ല. നിങ്ങൾക്ക് കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രം. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. ഇത് ഗ്രൈൻഡറിൽ ക്രഷ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കന് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്, അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പാലൊന്ന് വറ്റിയിട്ട് നന്നായി ഡ്രൈ ആവുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്രോക്കറ്റ്സ് നമുക്ക് ഈ ചിക്കൻ മിക്സിലോട്ട് ചീസ് ഫില്ലിംഗ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഇതിനോടൊപ്പം പൊട്ടാറ്റോ, മഷ്റൂമോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടും ചെയ്തെടുക്കാം. ഞാനിവിടെ പൊട്ടാറ്റോ ആണ് ആഡ് ചെയ്യണത്. ഒരു 3 പൊട്ടാറ്റോ വേവിച്ച് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 മുട്ടയുടെ മഞ്ഞ ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ വെള്ള നമുക്ക് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ യൂസ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ബട്ടർ, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ മിക്സിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് ചീസ് ആഡ് ചെയ്യും. അപ്പോൾ ഉപ്പ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് ഇതിലോട്ട് ചീസാണ് ആഡ് ചെയ്യേണ്ടത്. കൂടുതൽ ചീസി ആണെന്നുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് മൊസറല്ല ചീസാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രോക്കറ്റ് മിക്സ് റെഡിയാണ്. നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അതിനായിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ചെറിയ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ 2 എഡ്ജസും ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ബാക്കിയുള്ളതും കൂടെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഈ ഒരു ക്രോക്കറ്റ് മിക്സ് നമ്മൾ ആദ്യം ഒന്ന് 1 മണിക്കൂർ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ സ്റ്റിക്കി ആവില്ല. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാനും പറ്റും. ഇപ്പോൾ നമ്മുടെ ക്രോക്കറ്റ് മിക്സ് എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് റോൾ ചെയ്തതിന് ശേഷം ഞാനൊന്ന് ഫ്രീസ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 അവർ ഫ്രീസ് ചെയ്തെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു കറക്റ്റ് ഷേപ്പിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ക്രോക്കറ്റ്സ് നമ്മൾ ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോട്ട് ചെയ്യാനായിട്ട് കുറച്ച് മൈദയും ആവശ്യത്തിന് ബ്രെഡ് ക്രംസും 1 മുട്ടയുടെ വെള്ളയും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അതാണ് ഫസ്റ്റ് കോട്ടിങ്. എന്നിട്ട് ഇത് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. നമ്മൾ റംസാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് കോട്ട് ചെയ്തതിന് ശേഷം ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 വീക്സൊക്കെ കേടാവാതിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടൈമിൽ എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ക്രോക്കറ്റ്സ് എല്ലാം നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക.
ഇപ്പോൾ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ചിക്കൻ ക്രോക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. ഉള്ളിലാണെങ്കിൽ ചീസ് ഫില്ലിംഗ് കൊണ്ട് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ നോട്ടിഫിക്കേഷനായിട്ട് എനേബിൾ ചെയ്യുക. വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു.